നമസ്കാരം, ഞാൻ കരിമുള സന്തോഷ് കുമാർ. ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുണർന്നത്. 1.5 വയസ്സായ ഒരു കുഞ്ഞിനെ ദാരുണ്യമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. ഇങ്ങനെ എത്ര വാർത്തകളാണ് നാം കേൾക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിക്കാത്തൊരു യുവതി ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയും കുഞ്ഞിനെ ജനൽ വഴി എടുത്തെറിയുകയും ചെയ്തു. ഇത് നിരവധി തവണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 1.5 വയസ്സായ കൊച്ച് 65 വർഷത്തിൽ കൂടുതൽ അത് അനുഭവിക്കേണ്ട വേദന 1.5 വയസ്സ് കൊണ്ട് അനുഭവിച്ചു തീർന്നു. ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? കൊന്നിട്ട് എന്താണ് ഇവർക്ക് ലഭിക്കുക? ഇവർക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കുക, ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ, അല്ലെങ്കിൽ എത്ര ആശ്രമങ്ങളുണ്ട് അവർക്ക് കൊടുക്കുക. അല്ലാതെ 1.5 വയസ്സായ കുഞ്ഞിനെ ദാരുണ്യമായി കൊല്ലുക, കൈ അരിച്ചൊടിക്കുക, എത്ര ക്രൂരതയാണ് നടക്കുന്നത്. വിവാഹം കഴിക്കാത്ത യുവതികൾ നിരവധി പേർ ഹോസ്പിറ്റലിൽ പ്രസവിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കുക, ഹോസ്റ്റൽ മുറിയിൽ പ്രസവിക്കുക, കുഞ്ഞിനെ കൊന്നുകളയുക. ഈ കുഞ്ഞിനെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രസവിക്കൂ, നിങ്ങൾ ഈ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുക്കൂ, അല്ലെങ്കിൽ കുഞ്ഞില്ലാത്തവർ കൊടുക്കൂ. അതാണ് ചെയ്യേണ്ടത്. കുഞ്ഞിനെ കൊന്നുകളയരുത്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ ലഭിക്കണം. ഇതിനൊക്കെ ജനങ്ങൾ മുന്നിട്ട് കയറി ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണം. ഇതിനൊക്കെ ഏറ്റവും നല്ലത് UP മാതൃകയാണ്. UPയിലെ യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇതുപോലെയുള്ള ക്രിമിനലുകളെ വെച്ചുകൊണ്ടിരിക്കില്ല, എൻകൗണ്ടറിലൂടെ തീർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലുള്ളൊരു നിയമം നമ്മുടെ മുന്നിലും വരണം. നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലും ഇതുപോലുള്ള നിയമം വരണം. ഇതുപോലെ കുറ്റം ചെയ്യുന്നവരെ എൻകൗണ്ടറിലൂടെ തീർക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതുപോലുള്ളവനെ അടിച്ചു കൊല്ലണം. അതാണ് ചെയ്യാനുള്ളത്. ഈ കുഞ്ഞിനെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.